ഞങ്ങൾ ഹാഫ് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ട് ഇവിടുത്തെ മിഡ് വെയിൽസിലായിട്ടാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് ആ ഒരു കാട്ടിലേക്കുള്ളൊരു വഴി. 5 മിനിറ്റ് കാണിക്കുന്ന മാപ്പ്, ഭയങ്കര ഇടുക്കി വഴിയാണ്. അപ്പം ഇതാണ് അവിടുത്തെ പാർക്കിങ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളോ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രെയിലിൻ്റെയും ഡിസ്റ്റൻസ് എത്രയാണ്, എത്ര മണിക്കൂർ നടക്കണം, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ബ്ലൂ ആണ്. ബ്ലൂ ഡോട്ടിൻ്റെ ട്രെയിലാണ്. അതൊരു 5.2 കിലോമീറ്റർ അങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ അത് ഓൺ ദ വേയിൽ വരുന്ന ഒരു വ്യൂസാണ്. ഇത് നല്ല വുഡൻ പാത്താണ്, നല്ല രസമാണ് അതിലൂടെ നടക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും ആൾക്കാരുമായിട്ട് വർത്താനം പറഞ്ഞ അങ്ങനെ ബെഞ്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനാണ് ഹാഫ് ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ചുറ്റി നോക്കി കാണാം. ഒരു സൈഡിൽ ഭയങ്കര കൊടുങ്കാട്, ഇവിടുത്തെ സൈഡിൽ ഒരു നല്ലൊരു സ്ട്രീം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും കാട്. ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു 7ഓളം പാർട്സ് ഉണ്ട് നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് ഫുൾ ചുറ്റിക്കറയും കാണാനായിട്ട്. അപ്പം നമുക്ക് ഇത് ഈ വഴി എന്ന് പറയുന്നത് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു റോഡാണ്. യൂസസ് അങ്ങനെയൊക്കെ പറ്റി എല്ലാവർക്കും പറ്റുന്ന ഒരു റോഡാണ്. ഞങ്ങൾ ഈ ഒരു വഴി കണ്ടു. അപ്പോൾ ഇതിലേക്ക് പോവാണ്. നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം കേട്ടോ. ബാഗുണ്ട്, പക്ഷെ എല്ലാം ഭയങ്കര കുഞ്ചാന്ന്. ഞാനെടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ്, പക്ഷേ ഒന്നും അങ്ങനെ ഇതായിട്ടില്ല. ഇങ്ങനെയാണ് കണ്ടില്ലേ. നടന്ന് വന്ന് ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾ കണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയി നോക്കട്ടെ ഞങ്ങൾക്ക് പോകേണ്ട വഴി അത് തന്നെയാണോ. കാരണം ഇവിടെ ഒരുപാട് റൂട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വഴി പൊക്കത്തേക്ക് പോകുന്നത് ഫേമസ് ആയിട്ടുള്ള റൂട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയി മാപ്പൊന്ന് പോയി ചെക്ക് ചെയ്യട്ടെ. എങ്ങനെ മീറ്ററോ മൈൽസ് 10 കിലോമീറ്റർ. അപ്പം നമ്മളുണ്ടല്ലോ ഇവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ മൂളിക്കിടക്കുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിൽ ഏകദേശം 4 മണിക്കൂർ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു റിവറുണ്ട്. ആ റിവറിൻ്റെ പേരാണ് സെവ്രൻ എന്ന് പറയും, റിവർ സെവ്രൻ. അതിൻ്റെ സോഴ്സ്, അതായത് അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ അത് ഇവിടുന്ന് ആ ഒരു സോഴ്സിലേക്ക് 4 മണിക്കൂറാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 8 മണിക്കൂർ എടുക്കും അവിടെ നിന്ന് ഇവിടം വരെ തിരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ആ വഴി തർക്കാത്തേക്ക് ഒഴിവാക്കി. അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ തിരിച്ച് ഞങ്ങളുടെ ട്രെയിനിലേക്ക്, അതായത് നമ്മളുടെ പാർക്കിങ്ങിലേക്ക് പോകും. അപ്പം നമ്മൾ ബാക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ കണ്ട വേറൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇങ്ങനെ ഒരു വുഡന് മൊത്തമൊരു ബ്രിഡ്ജും അതുപോലെ ഒരു വെള്ളച്ചാട്ടവും അതുപോലെ രണ്ട് റെഡ് കറണ്ട് വളരെ നന്നായിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായി, നിങ്ങൾക്ക് കണ്ടറിയും, കുറച്ച് ഇരുട്ടായി. 6:30 ഇവിടുത്തെ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഇരുട്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലോറൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ല നമുക്ക് ഒരുപാട് പാർട്സ് ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് ഇനി ഒരു പിന്നീടൊരു ദിവസം വന്നിട്ട് നമുക്ക് വേറെ മറ്റുള്ള പാർട്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, പിന്നെ ഞാൻ പറഞ്ഞില്ല സെവ്രൻ ആ ഒരു റിവറിൻ്റെ സോഴ്സ് അവിടം വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിവേ നമുക്ക് വീണ്ടും ഇതുപോലുള്ളൊരു ചെറിയ വ്ളോഗുമായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.